Watch full episodes on Jio Hotstar. Zombies, ആ മോട്ടു പത്ലൂനെ പോയി അറ്റാക്ക് ചെയ്യൂ. ഇന്നാ പിടിച്ചോ ഒരു 6. ഇന്നാ പിടിച്ചോ ഇത് സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക്. ഇവിടുന്ന് പോകാം. നമുക്ക് സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് ഇവരെ ഇല്ലാതാക്കാനുള്ള വഴി കണ്ടെത്താം. എന്റെ മത്തിലും ഒന്ന് പുറകോട്ട് നോക്ക്. എങ്കിൽ വാ വലിയേട്ടാ. എന്നെ ഒന്ന് പിടിക്കടാ. അയ്യോ വേദനിക്കുന്നേ. പിടിക്കൂ അവരെ. വാ നമുക്ക് പോവാം. മോട്ടു ഞങ്ങളെ കൂടെ കൊണ്ടുപോ. വേഗം എന്നെ പിടിച്ചോളൂ. എന്റെ മോട്ടു നീ കാറൊന്ന് നിർത്ത്. പൊളിച്ചെടുത്തല്ലോ, വണ്ടി നിർത്തല്ലേ. വേഗം വിട്ടോ, വേഗം പോവാൻ. നീ കാറ് നിർത്ത്, കാറ് നിർത്ത്. എന്താ വണ്ടി നിർത്തണോ അതോ വിട്ടു പോണോ? വിട് വിട്, വേഗം വിട്. ഇനി കാറ് നേരെ ജഡ്കാ സാറിന്റെ ലാബിൽ ചെന്നിട്ടാ നിൽക്കൂ. പോയി. സോറി. വാ പെട്ടെന്ന് വാ. എന്റെ ചങ്ങ ബ്രോ, നിങ്ങൾ എല്ലാരും ചെന്ന് സോംബി അകത്ത് കയറാതെ നോക്കണേ. ഞാൻ ചെന്ന് ആന്റിഡോട്ട് ഉണ്ടാക്കട്ടെ. ഇതിനെ കുറച്ച് സമയം എടുക്കും, പക്ഷെ ഞാൻ പക്കായിട്ട് റെഡിയാക്കി തരാം. ഇപ്പൊ തന്നെ റെഡിയാക്കാം. നമുക്ക് നാളെ രാത്രി വരെ മാത്രമേ സമയമുള്ളൂ. എന്റെ ഡോക്ടർ ജഡ്ക എന്താണെങ്കിലും ഒന്ന് വേഗം ചെയ്യാൻ നോക്ക്. ഡോക്ടർ ജഡ്ക, ചിങ്കം സാർ എങ്ങനെയാ സോംബി ആയത്? അദ്ദേഹം മറ്റവരെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആയിരിക്കുന്നത്. അതായത് സോംബി ആയിട്ടും നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ആന്റിഡോട്ട് ചെയ്തോളൂ. ഞാൻ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ട. മോട്ടു പത്ലു, ഞാനും ഡോക്ടർ ജഡ്കയും ചിങ്കൻ സാറിന്റെ അടുത്തേ സോംബീസിനെ കുറിച്ച് പറയാൻ പോയല്ലോ. അപ്പോ ഹലോ ഇൻസ്പെക്ടർ, ഐ ആം സോംബാല, കിങ് ഓഫ് സോംബി. Hey, King of Zombies! I am Chingam, Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. കേൾക്കാൻ നല്ല രസമുണ്ട്. നൈസ് മീറ്റിംഗ് യു. എന്റെ അമ്മോ, എന്റെ അമ്മച്ചി, എന്താണോ നഖത്തോടെ കയ്യിൽ കീറിയത്? എന്റെ നഖം നിങ്ങളുടെ ശരീരത്തിൽ പതിഞ്ഞത് കൊണ്ട് 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളും സോംബിയായി മാറും. പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ ഉറപ്പായും സോംബിയായി മാറും. പക്ഷേ മനുഷ്യരെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും. എല്ലാ കാര്യങ്ങളും നിനക്ക് ഓർമ്മയും ഉണ്ടാകും. കാരണം എന്റെ സോംബി സൈന്യത്തിന് ഒരു സോംബി കമാൻഡറെ ആവശ്യമുണ്ട്. ആ ജോലി ഇപ്പോ നീ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം സോംബിയായി മാറി. ഓ, അപ്പൊ അത് ശരി. അതുകൊണ്ടാണ് ചിങ്കം സാറ് സോംബി ആയിട്ടും മനുഷ്യരെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അവന് നാണമായിട്ടാണ്. പറ്റുമെങ്കിൽ അവന് സമൂസ കൊടുക്കൂ. അത് മാത്രമാണ് അവൻ അവസാനമായിട്ടൊരു ആഗ്രഹമായിട്ടുള്ളത്. എടാ, ഇവനെ എന്റെ ജീവൻ പോകാൻ പോവാ. നിനക്കാണ് അവിടെ കളി തമാശ. ഈ ഒരു അവസ്ഥയിൽ നീ എനിക്ക് സമോസ പറഞ്ഞു തരുവാണോ? ഓ, ഒരു സമൂസ എടുത്തോണ്ട് വാ. അതുവരെ ഞാൻ ഇവനെ കുറച്ചുകൂടി ഗാർണിഷിംഗ് ചെയ്യട്ടെ. മോട്ടു സമൂസ കഴിക്കേ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല. എടാ പത്ലു, നീ ഇത്രയും വലിയ ദുഷ്ടൻ എങ്ങനെയാണ് ആയത്? എന്നെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നീ എന്നെ സമോസ തീറ്റിക്കുകയാണോ ഈ അവസ്ഥയില്? അത് സമോസ കഴിക്കേ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഞാൻ കഴിക്കില്ല, 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 കഴിക്കില്ല. നിങ്ങൾ എല്ലാവരും വെറുതെ മിണ്ടാതിരുന്ന കാഴ്ച കാണ്. എന്നെ ഇയാള് കടിച്ചു തിരുന്ന കാഴ്ച. മോട്ടു എന്താ സമോസ കഴിക്കാത്തതിന്റെ കാരണം എന്നറിയോ? നിങ്ങൾ സമോസ ചട്നിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കൊടുത്തിട്ടില്ല. മോട്ടു ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്ക്. വേഗം സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങ്. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ? ചേട്ടാ, ഞാനിത് നേരത്തെ ചിന്തിച്ചു പോലും ഇല്ലല്ലോ. സോറി സോറി. സമൂസ കൊടുക്കണ്ട, എന്തോ പ്രശ്നമുണ്ട്. ഞം ഞം
ഇനി അലക്ക് തുറക്കാൻ പോവാ. ഇന്നാ എന്റെ സ്പെഷ്യൽ പഞ്ച് പിടിച്ചോ. എന്റെ അമ്മ ഇങ്ങനത്തെ ഒരു മഹാബലിയെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടാവുക. അതെ മോട്ടു പത്ലു, നിങ്ങളുടെ സോബ ഗ്രൂപ്പിനെ തുണി അലക്കുന്നത് പോലെ വീണ്ടും അലക്കാൻ പോവാണ് കേട്ടാ. ശരിക്കും നീ ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്ത് തന്നെയാ. അല്ലല്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് ഉണ്ടാവുക. എന്റെ സോംബി സൈന്യങ്ങളെ, ഇവരെ പിടിക്കേ. ഇവരെല്ലാം സോംബീസ് ആക്കി മാറ്റണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോട്ടു പത്ലുവിന്റെ ഉന്നം പിഴക്കില്ല. അത് ഈ സിംഗം ആറ് സൈഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പത്ലു, ചക്ക, കസിട്ടറാം, വാ നമുക്ക് ഓടിപ്പോവാം. ഓടിക്കോ. നിങ്ങൾക്ക് നന്ദിയുണ്ട് മോട്ടു പത്ലു, എന്നും നന്ദിയുണ്ട്. എന്റെ അമ്മോ, എന്റെ കൂടെ നിന്നിട്ട് നീ അവരെ രക്ഷിക്കാൻ നോക്കുകയാണോ? എന്റെ അമ്മോ. മോട്ടു പത്ലു വീണ്ടും നിങ്ങളെ തൂണിട്ട് അലക്കുന്ന പോലെ അലക്കിയില്ലേ? നീ ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്തോ അതോ എന്റെ ഭാഗത്തോ? അല്ലല്ലല്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുക. ഡോക്ടർ ചട്ക സാറിന്റെ ബാഗ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സോംബീസിനെ കടന്നു പോയേ പറ്റൂ. പത്ലു എന്തെങ്കിലും ആലോചിക്കടാ. ഐഡിയ ഫ്രണ്ട്സ്, ദേ അങ്ങോട്ട് നോക്ക്. ഈ ഒറ്റ ഒരുത്തൻ കാരണം നമ്മുടെ അവസ്ഥ കണ്ടിന്യേ. ഡോക്ടർ ചട്ക, നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് എടുക്കണ്ടേ? വാ. ഈ സോംബികളുടെ ശല്യം കാരണം തോറ്റു. ഇനി പ്രശ്നം ഉണ്ടാവില്ല. ഒളിച്ചെടുത്തല്ലോ മീന്, ഉണക്ക മീന്. നിനക്ക് എന്താടാ ചീഞ്ഞ മീൻ തിന്നണ്ട കാര്യം? ഇവിടെ ട്രെയിനില് നല്ല ഫ്രഷ് മീൻ ഉണ്ടല്ലോ. ഞാൻ നിന്നെ ഫ്രഷ് മീൻ തീറ്റിക്കും. എന്നാ പിടിച്ചോ. ഉണക്കമീൻ, എനിക്ക് ഉണക്കമീൻ വേണം. ഇവൻ സോംബിയായി കഴിഞ്ഞു മോട്ടു, ഇവനെ രക്ഷിക്കണം. ഉണക്കമീൻ. ഗസീറ്റാറാമ അവിടെ നിക്ക്, അത് മോട്ടുവാണ്, മീനല്ല. സീതാറാം, നീ ഫ്രഷ് മീൻ തിന്നോ. ഇന്നാ പിടി. മീന്. അവന്റെ വായ അടച്ചിട്ട് ഇവിടെ എവിടെങ്കിലും കെട്ടിയിടണം, എന്നാലേ അവൻ ആരെയും കടിക്കാതിരിക്കൂ. ഓക്കേ പത്ലു, വാ നമുക്ക് അവരെ കെട്ടിയിടാം. ഉണക്കമീൻ വേണം. ഞാനിതാ വരുന്നു. ഇന്നാ പിടിച്ചോ ഗസീറ്റാറാം. അയ്യോ, എന്റെ ഗസീറ്റാറാമ അവിടെ നിക്ക്. എനിക്ക് ഉണക്കമീൻ വേണം. നിന്റെ ഈ മീൻ തിന്നുന്ന പൊതു കാരണം ഞങ്ങളിവിടെ ഇടികൊണ്ട് ചമ്മന്തി ആയിക്കൊണ്ടിരിക്കുക. പത്ലു, അവനെ വെറുതെ വിടണ്ട കേട്ടോ. നല്ല മുറുകെ പിടിച്ച പത്ലു, അവരെ വിടണ്ടട്ടോ. ഗസീറ്റാറാം, എനിക്ക് ഉണക്കമീൻ വേണം. വേഗം കെട്ടി ഇവനെ. ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴാണ് ഇവനൊന്ന് കൺട്രോളിൽ വന്നത്. നിന്റെ വായൊന്ന് അടക്കടാ.
പത്ലു, നമുക്ക് എത്രയും പെട്ടെന്ന് കമൽപൂർ സീ സൈഡിലേക്ക് എത്തിയേ പറ്റൂ. ഡോക്ടർ ഝട്ക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഘസീട്ടാരാമിന് വേണ്ടി ആന്റിഡോട്ട് തയ്യാറാക്കൂ. ഞാൻ എഞ്ചിൻ ഡ്രൈവറിനോട് പോയി പറയാം പറ്റുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ. രണ്ട് ഭാഗത്തും സോംബിയാണ് മോട്ടു. നീ ഇഞ്ചൻ വരയ്ക്കും എങ്ങനെയാ പോവുക? എനിക്ക് നന്നായി അറിയാം എഞ്ചിനിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യ. ഡോക്ടർ ഝട്ക, ട്രെയിൻ നിന്നിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് ട്രെയിനിന്റെ മുന്നിലേക്ക് വാ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. വാടാ. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കാറൊന്ന് എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. എന്തൊരു മുടിഞ്ഞ കനോ നിനക്ക്. ഝട്ക, പെട്ടെന്ന് വാ. ഒന്ന് പെട്ടെന്ന് ഇരിക്കേ. മോട്ടു വിട്, വേഗം വിട്. ദേ അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണം തന്തൂരി ചിക്കൻ. എന്റെ ദൈവമേ, നിങ്ങളുടെ ചിക്കൻ ലോലിപോപ്പ് കേട്ട് കേട്ട് ഞാൻ ജീവിതകാലം മുഴുവനും വെജിറ്റേറിയൻ ആവോന്നാ തോന്നുന്നേ. മോട്ടു അവന്മാരെ പറഞ്ഞയക്ക്. ചിക്കൻ കബാബ്, ചിക്കൻ ലോലിപോപ്പ്. ഒന്നും മിണ്ടാതിരിക്കണ്ട ഗസിറ്റ. ഇന്ന് ഇത് കുടിച്ചോട്ടോ. പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരേക്കും നമുക്ക് ഈ ഫാക്ടറിക്ക് അകത്ത് പോയി ഒളിച്ചിരിക്കാം. ഉണക്കമീൻ. എടാ ഘസീട്ടാരാമ, ഇത് ഞാനാടാ, അല്ലാണ്ട് ഐസ്ക്രീം അല്ല. എടാ ഘസീട്ട, ഞങ്ങളെ ഇങ്ങനെ വെറുതെ ഇവിടെ ഇട്ട് ഓടിക്കല്ലേ. മീന്, ചിക്കൻ ലോളിപോപ്പ്, പിന്നെ കബാബ്. എത്ര വലിയ മീനാണ്. ദേ വരുന്നു. സീതാറാം സ്വയംബോധത്തിലേക്ക് വരൂ. ഞങ്ങൾ മോട്ടുപത്തിലുമാണ്. തങ്കടി കബാബ് ദാ വരുന്നു. ഘസീട്ടാരാം. മോട്ടു എഴുന്നേൽക്ക. പൊളിച്ചെടുത്തല്ല. ഉണക്കമീന്. ഇവരൊന്ന് ടൈറ്റായിട്ട് പിടിക്കണ. അയ്യോ, എടാ ഘസീട്ടാരാമേ, അവളെ പോലെ കിടന്ന് ചാടല്ലേടാ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, അവരെ തടി ഉണ്ടാക്കരുതേ. ഇടി കിട്ടി മോതിര ഷേപ്പ് മാറും. പിന്നെ സോംബി ലോകത്തുള്ള ആൾക്കാർക്ക് പോലും നിങ്ങളെ കണ്ടാ മനസ്സിലാവില്ല. ഒന്ന് ആലോചിച്ചോ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. അടി ഇപ്പോഴാണോ പിന്നെയാണോ കിട്ടുന്നതെന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിയാ മതി. മോട്ടു പത്ലു, ഞാനും നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. പറഞ്ഞല്ലോ, മോളിന്ന് താഴേക്ക് ചാടാൻ പോലും നിനക്ക് കഴിയുന്നില്ല. മോട്ടു പത്ലുകൊണ്ടാണ് എതിർക്കാൻ പോകുന്നത്. നീ ആരുടെ ഭാഗത്താണുള്ളത്? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ആണല്ലോ. മോട്ടു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിനക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ നിന്ന് പൂരവെടിക്കട്ട ഉണ്ടാവും.
വേഗം ഒഴിക്ക്, വേഗം ഒഴിക്ക്. എടാ ഈ ആന്റിഡോട്ടിൽ ഒരു ടേസ്റ്റും ഇല്ല. എന്തായി ചെയ്തേ? സോംബിയായി മാറിയില്ലേ? എനിക്കും ഒരു ആന്റിഡോട്ട് താടാ പത്തലു. അയ്യോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ വിളിക്കരുതല്ലോ. ഈ കടലിന്റെ നടുവിൽ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ജയോ ഘസീട്ടാരാം ഇപ്പൊ ശരിയായി. അതേ നിങ്ങളൊന്ന് തെളിച്ച് പറയാ, എനിക്ക് എന്താ സംഭവിച്ചത്? ഘസീട്ടാരാമ ആദ്യം പോയ പേരൊക്കെ എടുക്ക, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞുതരാം. പത്തലു പോട്ട് തിരിക്കടാ. എന്റെ ദൈവമേ, രക്ഷിക്കണേ. ബോട്ട് വേഗം തിരിക്കേ. അവിടെയുണ്ട് ഐലൻഡ്. അവിടെ എത്തിയിട്ട് വേണം ആന്റിഡോട്ടിന്റെ ആ ഫ്രൂട്ട് കണ്ടുപിടിക്കാൻ. അതേതോ പ്രത്യേകതര മരത്തിലത്രേ ഉള്ളത്. ഒന്ന് വേഗം വന്നേ. നിനക്ക് ഇതുവരെ ഓരിയിട്ടൊന്നും മതിയായില്ലേ? ഒന്ന് നിർത്ത. ഞാൻ എന്തിനാ അങ്ങനെ ഓന്തിനെ പോലെ ഒച്ച വച്ചതെന്ന് എനിക്കെന്നെ അറിയില്ലാട്ടാ. ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആ പഴമുള്ള മരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചങ്ക എന്റെ ബ്രോ, ആ മരമല്ലേ മറ്റു മരങ്ങളെക്കാളും വ്യത്യസ്തമുള്ളതാണ്. ഇവിടെ ഏതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ടോ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം. മനസ്സിലായോ? അതെ അതെ, എല്ലാം ശ്രദ്ധിച്ചു നോക്കാം. നിന്നെ കടിച്ച് ഞാൻ നിന്നെ ഒരു സോംബിയാക്കി മാറ്റി തരാം. ഇനിയിപ്പൊ നമ്മുടെ മോട്ടും സോംബിയായി മാറൂട്ടാ. അപ്പൊ നമ്മുടെ രണ്ടുപേരും അവസ്ഥ അതോ ഗതി. അങ്ങനെ എന്റെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. എന്റെ ലോകത്തേക്ക് നിനക്കും സ്വാഗതം മോട്ടു. അതിപ്പോഴല്ല സുംബാല. എന്താ പിടിച്ചോ? മുഴുവൻ കഴിക്കടാ. പോട്ടു, ഈ ഫ്രൂട്ട് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ സുംബാലയുടെ പവർ ഇല്ലാതാകും. ചിങ്കത്തിന്റെ വായിൽ നിന്ന് ഇപ്പോഴാണ് ഒരു വാക്ക് വന്നത്. സുംബാലയുടെ പവർ പോയി കഴിഞ്ഞാൽ എല്ലാ സോംബീസും ശരിയാവോത്രേ. സുംബാലയും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും അവന്റെ വായിനകത്തേക്ക് തള്ളിവിട്. അവനെ കൊണ്ട് ഇത് കഴിപ്പിക്ക. ചെല്ലേ, അവരെയും പോയി സോംബിയാക്കി മാറ്റ്. ഇനി താനും എന്റെ കൂടെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ. അവരെ അറ്റാക്ക് ചെയ്യാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അയ്യോ, എന്താണോ നമ്മളിങ്ങനെ കുടുങ്ങി പോയത്? ഇതെന്ത് ദേഹമെല്ലാം ചൊറിയുന്നത്? അയ്യോ എന്റെ പുറം ചൊറിയുന്നുണ്ടല്ലോ. അയ്യോ എന്റെ ബാക്കും ചൊറിയുന്നു. മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഓ അയ്യോ എനിക്ക് വയ്യേ. ഓ ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞതാടാ. ഓ അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ ഞാൻ വീണ്ടും മനുഷ്യരെ മാറിയല്ലോ. അല്ല, നിങ്ങളെന്തായി കാണിക്കുന്നേ? ഞങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയല്ലേ? ഞങ്ങളെല്ലാരും സോംബിയായി മാറിയതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ശരിയായി. അതേ മോട്ടു. അല്ല ചിങ്കം സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? എന്റെ അമ്മോ, ഞാൻ ശരിക്കും ഫോമിലല്ലേ? എനിക്കെല്ലാം അറിയാന്നേ. നടക്കുന്നതൊക്കെ ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ചെയ്യാ, സോംബോലയുടെ ഓർഡർ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അല്ല അവൻ എവിടെ? ഇത് ഞാൻ ഒട്ടും
രക്ഷയില്ലട്ടോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവൻ പോലും പടയം വെച്ച് എല്ലാവരെയും രക്ഷിച്ചു. വരൂ, നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? Watch India's largest kids library only on Jio Hotstar. Download the app now.